പ്രകടനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉപഭരണാധികാരിക്ക് മുന്നിലാണ് നാം പത്രിക സമർപ്പിക്കുക. ഇപ്പോൾ നമുക്കറിയാം, നമുക്കൊപ്പം അച്ചു ഉമ്മൻ ചേരുന്നുണ്ട്. അച്ചു, എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്? വളരെയധികം ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് UDFും കോൺഗ്രസും ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. കാര്യം കേന്ദ്രത്തിലും സംസ്ഥാനത്തും നടക്കുന്ന ഈ സർക്കാരിൻ്റെ വൻ അഴിമതികളും വർഗീയ ചിന്തകളും ഒക്കെ തുടച്ചു മാറ്റാൻ വേണ്ടി ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ഏറ്റെടുത്തിരിക്കുകയാണ്. കോൺഗ്രസിന് വേണ്ടി, UDFിന് വേണ്ടി. വടകര വളരെ ശക്തമായ ഒരു മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം 2 MLA-മാർ ഏറ്റുമുട്ടുന്നു. രണ്ടും സമൂഹത്തിൽ അറിയപ്പെടുന്ന 2 ആളുകളാണ്. 2 MLA-മാരാണ് ഏറ്റുമുട്ടുന്നത്, അത് ശരിയാണ്. പക്ഷേ ഷാഫി പറമ്പിലിന് വടകരയിൽ ലഭിച്ചിരിക്കുന്ന ഈ സ്വീകാര്യത സമാനതകളില്ലാത്ത സ്വീകാര്യതയാണ്. അദ്ദേഹം എവിടെ ചെന്നാലും വരുന്ന ജനക്കൂട്ടം നമ്മൾ കാണുന്നതല്ലേ, അത് വലിയൊരു ട്രെൻഡല്ലേ. തീർച്ചയായും ഇപ്പോഴും പ്രകടനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 5 മിനിറ്റ് കൂടി നടക്കേണ്ടതുണ്ട്. ഉപഭരണാധികാരിയായ RTOയ്ക്ക് മുന്നിലാണ് ഈ ഒരു പത്രിക സമർപ്പിക്കുക. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, വലിയ ഒരു സ്ത്രീ പങ്കാളിത്തം ആണ് ഈ ഒരു റാലിക്കുള്ളത്. വടകരയിലെ സ്ത്രീകളുടെ ശക്തി ഷാഫിക്കൊപ്പം എന്ന ബാനർ പിടിച്ചുകൊണ്ടാണ് ഈ പ്രകടനം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, സമാനമായ രീതിയിൽ ഇവിടെ LDFന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള റാലി നടന്നിട്ടുണ്ടായിരുന്നു. അന്ന് ആ റാലി ഉദ്ഘാടനം ചെയ്തത് വൃന്ദാക്കാടാണ്. മറ്റൊരു പ്രത്യേകത എന്നത് ഇന്നലെ നമ്മൾ വയനാട്ടിൽ കണ്ടതാണ്. രാഹുൽ ഗാന്ധിയുടെ പ്രകടനത്തിൽ ഒരു പാർട്ടിയുടെയും കൊടി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല, കട്ടൗട്ടുകൾ മാത്രമായിരുന്നു. സമാനമായ രീതിയിൽ ഇവിടെയും ഈ ഒരു പ്രകടനത്തിൽ സ്ത്രീകളുടെ കൈകളെല്ലാം തന്നെ ഈ ഷാഫി പറമ്പിന്റെ കട്ടൗട്ടുകളാണുള്ളത്. നമുക്കിപ്പോൾ KK രമ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അല്ലെ, തീർച്ചയായിട്ടും ആവേശം കാണുന്നില്ലേ നിങ്ങൾ? ഇവിടെ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ആവേശത്തിലുള്ളത്. എല്ലാ യോഗങ്ങളിലും സ്ത്രീകളുടെ വലിയ പങ്കാളിത്തം കാണാൻ സാധിക്കുന്നു. അവർക്കാണ് ഏറ്റവും വലിയ ആവേശം. ആ ആവേശമാണ് ഇവിടെ കാണുന്നത്. നമുക്ക് നിയന്ത്രിക്കാൻ പോലും കഴിയുന്നില്ല ഓരോരുത്തരുടെയും ആവേശത്തെ. കഴിഞ്ഞ ദിവസം LDF സമാനമായ രീതിയിൽ സ്ത്രീകളെ പങ്കെടുപ്പിച്ചുകൊണ്ടൊരു പരിപാടി ഇവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അവരും നടത്തിയിട്ടുണ്ട്. ശര ടീച്ചർ എന്ന വനിതാ സ്ഥാനാർത്ഥിക്ക് വേണ്ടി അവരുടെ എല്ലാ സംഘടനാ സംവിധാനവും അവർ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പ്രത്യേകിച്ച് ഒരൊറ്റ നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ടാണ് ആളുകൾ എത്തിച്ചേർന്നത്. ഇവിടെ ഷാഫി പറമ്പിന്റെ വമ്പിച്ച ഭൂരിപക്ഷം ലഭിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഞാൻ താഴേക്കടയിലുള്ള വികാരം കൂടിയാണ് പറയുന്നത്. നമ്മളൊക്കെ എല്ലാ യോഗങ്ങളിലും പോകുന്നു. എല്ലാ യോഗത്തിലും വർദ്ധിച്ച വനിതകളാണ് ഏറ്റവും കൂടുതലുള്ളത്. അവരാണ് ഇത് ഏറ്റെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് വലിയ വിജയം വടകരയിലുണ്ടാകും. വേണു, എല്ലാവരും തന്നെ. ശരി, മിഥില ബാലനാണ് വിവരങ്ങൾ നൽകിയത് വടകരയിൽ നിന്ന്. ഷാഫിയുടെ നേതൃത്വത്തിൽ അവിടെ റോഡ് ഷോ പുരോഗമിക്കുകയാണ്. വടകരയിലെ സ്ത്രീ ശക്തി ഷാഫിക്കൊപ്പം എന്ന ബാനർ ഉയർത്തി KK രമ അടക്കമുള്ള വലിയ സ്ത്രീ നിര തന്നെ ഷാഫി അനുഗമിക്കുന്നു.